ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് എന്താണ് നമ്മൾ ഇന്നലെ നമ്മുടെ ക്യാപ്ഷനിൽ പറഞ്ഞ പോലൊക്കെ തന്നെ ഇടിച്ചിട്ടിട്ട് തന്നെ അവർ പോയി. ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ക്യാപ്ഷൻ ഇതുപോലെയാണ്: കാളകളെ ഇടിച്ച് തെറപ്പിച്ച് നിർബാധം നമ്മളുടെ കരടി യാത്ര തുടരുകയാണ്, എവിടെ ചെന്ന് അവസാനിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരാം. നമ്മുടെ ലൈനുകളൊക്കെ, നമ്മുടെ ലെവലുകളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ലെവലുകളൊക്കെ റെസ്പെക്റ്റ്. അതിന് മുന്നേ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളിത് കാണുന്നവർ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം ഇതിപ്പം നമ്മൾ ഈ ഒരു പൊട്ടക്കണ്ടി കിടക്കുന്ന തവള പോലെ തന്നെ നമ്മൾ കുറേ പേര് തന്നെ ഇത് കാണുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ തന്നെ കാണുന്നു, കുറേ പേരുണ്ട് തന്നെ സ്ഥിരമായിട്ട് കാണുന്നവർ. അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് യൂട്യൂബ് തന്നെ ഇത് ഷെയർ ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആക്ടിവിറ്റി കൂടണം. മനസ്സിലായോ? ആക്ടിവിറ്റി കൂടുന്ന വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബ് തന്നെ ഇത് റെക്കമെൻഡ് ചെയ്ത് അവരുടെ ഹോം പേജിലും അടുത്ത നെക്സ്റ്റും ഒക്കെ ആയിട്ട് ഇത് വരത്തുള്ളൂ. അപ്പം അതിന് നിങ്ങളുടെ സഹകരണം എനിക്ക് അത്യാവശ്യമാണ്. നിങ്ങൾ അങ്ങനെ ഒരു ഉപകാരം മാത്രമേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ചെയ്തു തരുമ്പോൾ അങ്ങനത്തെ ഉപകാരം മാത്രമേ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നുള്ളൂ. നിങ്ങളതുകൊണ്ട് കൃത്യമായിട്ട് ദയവ് ചെയ്ത് കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ധാരാളം ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോലെ ഞാൻ ഈ പറയുന്ന മുഴുവൻ നിങ്ങൾ കേൾക്കണം, എന്നിട്ട് ഞാൻ മാർക്കറ്റിലേക്ക് വരാം. ധാരാളം ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. മാർക്കറ്റിൻ്റെ ഇടയിലും ഇന്ന് എനിക്കിപ്പോൾ അവധി, ഇന്ന് നാളെയൊക്കെ എനിക്ക് അവധി ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഫുൾ ടൈം ഇതിൻ്റെ പുറകെ ഇരിക്കുന്നത്. അപ്പം പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, സാറേ ഇവിടുന്ന് സി എടുക്കാമോ, പി എടുക്കാമോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ദയവ് ചെയ്ത് എന്നോട് ചോദിക്കരുത്. കാരണം ഇവിടുന്ന് പൊട്ടുവോ, ഇവിടുന്ന് താഴോട്ട് പോവോ, അങ്ങനൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ എന്തെങ്കിലും നിങ്ങളോടൊന്ന് പറഞ്ഞു, നിങ്ങളത് ഞാൻ പറയുന്നത് 100% പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കും. എനിക്കറിയാം, വിശ്വസിച്ച് നിങ്ങൾ ട്രേഡ് എടുക്കും. അത് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹ്യൂജ് ലോസ് വരും. പിന്നെ നിങ്ങൾ എന്നെ തെറി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം നമ്മൾ ഓൾറെഡി ഓരോ ക്രൈറ്റീരിയ പറയുന്നുണ്ട്, എങ്ങനെ ട്രേഡ് എടുക്കണം, ഇവിടെ വന്നാൽ ട്രേഡ് എടുക്കണം എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതനുസരിച്ച് പഠിച്ച് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കാവൂ. അല്ലാതെ ഒരാൾ പറയുന്ന കേട്ടിട്ട് ഒരിക്കലും ഒരു ട്രേഡ് എടുക്കരുത്. പിന്നെ വേറെ ധാരാളം വോയിസ് മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട്. സാറേ, സ്ക്രീൻഷോട്ടുകൾ ധാരാളം വരാറുണ്ട്. നല്ല വലിയ പ്രോഫിറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ വരാറുണ്ട്. സാറേ, ഞാൻ ചെയ്തു തന്ന ഉപകാരം വലിയ ഉപകാരമാണ് ഞങ്ങൾക്ക്. ഞാൻ ഇത്രയും നാളും ഒത്തിരി പൈസ നഷ്ടപ്പെട്ടു, ഇപ്പോഴാണ് ഞങ്ങളൊരു യഥാർത്ഥ ട്രാക്കിലായത് എന്നൊക്കെ പറഞ്ഞ് ധാരാളം മെസ്സേജുകൾ. സാറ് ദൈവദൂതനാണ്, സാറ് ദൈവമാണ്, അങ്ങനെയാണ്, കോടയെന്ന് പറഞ്ഞ് ധാരാളം മെസ്സേജുകൾ വരാറുണ്ട്. ഓക്കെ, ഞാനിതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഇന്നലെ എനിക്ക് ഒരു മെസ്സേജ് എനിക്ക് കിട്ടി. ഒരു മെസ്സേജ് കിട്ടി. ആ മെസ്സേജിനകത്തിൽ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴ സെമിനാറിൽ പങ്കെടുത്ത ഒരു വീട്ടമ്മയാണ്. ഓക്കെ, അപ്പം പുള്ളിക്കാരി എനിക്കിന്ന് മെസ്സേജ് ശരിക്കും ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. ഞാനിത് പറയാൻ കാര്യം, പിന്നെ നിങ്ങൾ ഒത്തിരി ഫീമെയിൽസ് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്, ട്രേഡുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അവർക്കൂടെ ഒരു എൻകറേജ്മെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ കാര്യം ഇവിടെ പങ്കുവയ്ക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, വേറെ നമുക്ക് ക്രെഡിറ്റിനോ അല്ല വേറെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. അപ്പോൾ എനിക്ക് അയച്ച മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ഞങ്ങൾ എല്ലാ മാസവും KSFയിൽ ഒരു നല്ല എമൗണ്ട് ചിട്ടി ഞങ്ങൾ അടയ്ക്കുന്നുണ്ട്. ഈ പ്രാവശ്യം വീട്ടമ്മയായ ഞാനാണ് ആ ചിട്ടി അടച്ചത്. എനിക്ക് ട്രേഡിൽ നിന്ന് കിട്ടിയ എനിക്ക് കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് ഞാൻ ആ KSFയുടെ ചിട്ടി അടച്ചു. അപ്പം അവരിത് പറയുമ്പം എന്ത് ചാരിതാർത്ഥ്യത്തോടാണ് അവർ പറയുന്നറിയാമോ? അപ്പം ഞാൻ പണ്ടൊക്കെ നേരത്തെ ഗ്രൂപ്പിലൊക്കെ ഞാൻ പറയുമായിരുന്നു, നിങ്ങൾക്ക് ഇന്ന് മത്തി മേടിക്കാനുള്ള പൈസ കിട്ടി, അതിലായാലും അയില മേടിക്കാനുള്ള പൈസ കിട്ടി, അല്ലെങ്കിൽ നെയ്മീൻ മേടിക്കാനുള്ള പൈസ കിട്ടി, ഞാൻ പണ്ട് KFC മേടിക്കാനുള്ള പൈസ കിട്ടി ഞാൻ പറയുമായിരുന്നു. പിന്നെ ഞാൻ അവരുടെ നിർത്തി. പിന്നെ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അങ്ങനെ സംസാരിക്കാറില്ലായിരുന്നു. പക്ഷേ ഇന്നലെ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. സ്വന്തമായിട്ട് ഒരു വീട്ടമ്മയായ ഒരാൾ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കി തൻ്റെ വിഹിതം, തൻ്റെ ഭർത്താവ് അടയ്ക്കേണ്ട പൈസ താൻ സ്വന്തമായിട്ടുണ്ടാക്കി അധ്വാനിച്ച് ഒരു ട്രേഡ് ചെയ്ത് ഉണ്ടാക്കി അടച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര അഭിമാനമാണ് ഇല്ലേ? അപ്പം അത് എങ്ങനെ അച്ചീവ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി വൃത്തിയായിട്ട് പഠിച്ച് കൃത്യമായി പഠിച്ച് കാത്തിരുന്ന് എൻട്രി എടുത്ത് അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരി പ്രോഫിറ്റ് ഉണ്ടാക്കി അത് അടച്ചത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, അത് ഈ കൺസിസ്റ്റൻസി അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, അതിൽ ചാടിക്കയറി ട്രേഡ് എടുക്കാതെ നമുക്ക് കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ച് നമ്മുടെ എൻട്രി കണ്ടെത്തി എക്സിറ്റ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തൊക്കെ വേണം നമ്മൾ ട്രേഡ് ചെയ്യാമെന്ന് ഞാൻ ഉപദേശിച്ചു. അപ്പം ഇത് എല്ലാവർക്കും ഇതൊരു പാഠമാണ്, മനസ്സിലായി, ഒരു ഇൻസ്പിറേഷനാണ് ഈ സംഭവം. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളും നമ്മൾ ലേഡീസായിട്ടുള്ള ഒത്തിരി പേരിനത് ട്രേഡ് ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്,
നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരു ദിവസം പച്ച കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതുകൂടെ പോകുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ പറയുന്ന പോലെ തന്നെ കൃത്യമായി എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുക. നമ്മൾ ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും റിവൈസ് ചെയ്യുക. നിങ്ങൾ ആ കൃത്യമായി ചാടിക്കയറി ട്രേഡ് എടുക്കാതെ എൻട്രിക്ക് വേണ്ടി നമ്മുടെ ക്രൈറ്റീരിയ എല്ലാം ഫുൾഫിൽ ആയെങ്കിൽ മാത്രം നിങ്ങൾ എൻട്രിക്ക് വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ആ എൻട്രി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ലാഭം ഇത്ര വരെ, എനിക്ക് ഇത്ര ലാഭം മതി, ആ എക്സിറ്റ് പോയിന്റിൽ നിങ്ങൾ ഇറങ്ങാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ 1-2 ദിവസം നിങ്ങൾ പച്ച കത്തി കഴിയുമ്പം ആ പച്ച നിങ്ങൾക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസം പിന്നെ നിങ്ങൾ മുന്നോട്ട് നയിച്ചോളും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ അടുപ്പിച്ച് നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ പച്ച കത്തിക്കുമ്പോൾ നിങ്ങളൊരു ഒരു ലോസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളൊന്ന് എക്സിറ്റ് ആകാനുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം എന്താ, ഇത്ര നാൾ ഞാൻ പച്ച കത്തിച്ചാണ്, ഇതുകൊണ്ട് എൻ്റെ ലാഭം ഈ ഒരൊറ്റ റെഡ് കൊണ്ട് പോകാൻ പാടില്ല എന്നൊരു ആത്മസംയമനം നിങ്ങൾക്ക് ഉണ്ടാവും. മനസ്സിലായോ? ആ ആത്മസംയമനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയലക്ഷ്യം. അതുകൊണ്ട് നിങ്ങൾ എന്നെ കേൾക്കുന്ന എല്ലാവരും, മെയിലായാലും ഫീമെയിലായാലും ആരായാലും കൃത്യമായി നിങ്ങൾ എൻട്രി പോയിന്റ് കണ്ടുപിടിച്ച് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. പറഞ്ഞ് ഞാനങ്ങ് നീണ്ടു പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞതിന് താല്പര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പം വൃത്തിയായിട്ട് പഠിച്ച് മാത്രം ചെയ്യുക. ഡിപ്പെൻഡൻസി കുറച്ചിട്ട് പഠിച്ച് മാത്രം ചെയ്യുക. ഇതാണ് ഞാൻ എപ്പോഴും സെമിനാറിലായാലും എവിടെയായാലും പറയുന്നതിന് കാര്യം ഇതാണ്. ഡിപ്പെൻഡൻസി കുറയ്ക്കുക, സ്വന്തമായിട്ട് ചെയ്യാൻ പരിശ്രമിക്കുക, അതിൽ വിജയം കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും മാർക്കറ്റിലോട്ട് വരാം. മാർക്കറ്റ് എന്താ സംഭവിച്ചത്? മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് 70 പോയിൻ്റ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ മാർക്കറ്റ് താഴോട്ട് വരുമായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഒരു എക്സ്പീരിയൻസ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഈ വരവ് കണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, മുകളിൽ രസൽ ഇട്ടുകൊണ്ട് അവനോട് ട്രേഡ് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ എടുത്തവർക്ക് കൃത്യമായിട്ട്, പിന്നെ ഞാൻ പറഞ്ഞു ഈ പോയിന്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ റേഞ്ച് ഇവിടെ ആയിരുന്നു, ഈ പോയിന്റ് ഗ്യാപ്പ് ഡൗൺ ആണോട് ഈ പോയിന്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി താഴോട്ട് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. പക്ഷേ ഒരു സേഫ് ട്രേഡറിന് ഇവിടെ എൻട്രി ഇല്ല, വെരി ക്ലിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ബിഗിനേഴ്സിന് എൻട്രി ഇല്ല. ഓക്കെ, പിന്നെ റിസ്കി ട്രേഡേഴ്സിന് ട്രേഡ് ഉണ്ട്. അവൻ ഈ ഒറ്റ ക്യാൻഡിൽ വരവ് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അവൻ മുകളിൽ എസ്എൽ ഇട്ടുകൊണ്ട് ഇത് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ അവൻ ട്രേഡിന് കയറും. റിസ്കി ട്രേഡർ, അവൻ്റെ റിസ്ക്കും റിവാർഡും വളരെ വലുതായിരിക്കും. കറക്റ്റ് നമ്മുടെ പോയിന്റ് തന്നെ, നമ്മൾ വരച്ച മെയിൻ 24,539 പോയിന്റ് വന്ന് കറക്റ്റായിട്ട് വന്ന് ടച്ച് ചെയ്ത് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു ഇല്ലേ. അപ്പോൾ ഇവിടുന്ന് റിവേഴ്സൽ പോയിന്റിലും നിങ്ങൾക്ക് ബിഗിനേഴ്സിന് എന്ത് ഇല്ല, ട്രേഡ് ഇല്ലെങ്കിൽ ട്രേഡ് ഇല്ല, അത്രേ ഉള്ളൂ. ഇന്നിപ്പം ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്. ഇന്ന് ഇത് നമ്മളുടെ പോളിനകത്തിലും അങ്ങനെ ഒരു സ്വഭാവം നമ്മൾ വാരി വലിച്ച് ട്രേഡ് എടുത്തതിൻ്റെ ഒരു സ്വഭാവ വിശേഷം അവിടെ കാണുന്നുണ്ട്. അതെ, പകുതിയേ ഉള്ളൂ. അതായത് സാധാരണ രീതിയിൽ ലോസിൻ്റെ ഒരു 3 ഇരട്ടി 4 ഇരട്ടി പ്രോഫിറ്റ് സാധാരണ രീതിയിൽ കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഏകദേശം 2 ഇരട്ടി മാത്രമേ ഉള്ളൂ. ഓക്കെ, ലോസ് വന്നവരേക്കാൾ ഇരട്ടി മാത്രമേ ഉള്ളൂ പ്രോഫിറ്റ് എടുത്തവർ. സാധാരണ ഇതിൽ 3-4 ഇരട്ടി വരേണ്ടതാണ്. കാരണം എന്താണ്, ഇന്ന് എക്സ്പയറി ഡേ ആണ് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു. ചാടിക്കയറി ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്യരുത്, കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് മാറി നിൽക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എനിവേ, അപ്പോൾ നമുക്കെന്താണ്, ഇവിടെ ഒരു എൻട്രി ഇല്ല ഇല്ലേ, ഒരു എൻട്രി ഇല്ല. ഇത് എത്ര മിനിറ്റ്? 5 മിനിറ്റ്. ഓക്കെ, എൻട്രി ഇല്ല, ബിഗിനേഴ്സിന് ഒരു എൻട്രി ഇല്ല, ഇവിടെ എൻട്രി കിട്ടിയില്ല. അത് മാത്രമല്ല, ഇന്ന് എക്സ്പയറി ഡേ ആണ്. ബിഗിനേഴ്സിന് പറ്റിയ ദിവസമല്ല ഇന്ന് എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളത്. കാരണം ഇത് ആക്ഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കണം. എക്സ്പയറി ഡേയിൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് എല്ലാം വളരെ ഫാസ്റ്റ്, എൻട്രി ആയാലും എക്സിറ്റ് ആയാലും എല്ലാം വളരെ ഫാസ്റ്റ് ആയിരിക്കണം. അതനുസരിച്ച് മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി നമ്മുടെ ക്രൈറ്റീരിയ ഒന്നും ഫുൾഫിൽ ആയിട്ടില്ല ഇല്ലേ. ഇതിന് ശേഷം ഇവിടുന്ന് റിജക്ഷൻ വന്നെങ്കിൽ നമുക്ക് ഇതൊരു 50% മാത്രമേ ഉള്ളൂ ക്യാൻഡിൽ. അപ്പോൾ സേഫ് ട്രേഡേഴ്സിന് ട്രേഡ് ഇല്ല. ഓക്കെ, ഒറ്റ ട്രേഡ് ഉണ്ട്, ഒരു ട്രേഡ് മാത്രമേ ഉള്ളൂ നമുക്ക് സേഫ് ട്രേഡേഴ്സിന്. എവിടെയാണ്? ഇവിടെ ഇല്ല. അപ്പം രാവിലെ തന്നെ ഒരു ആദ്യത്തെ 20 മിനിറ്റ് കൊണ്ട് തന്നെ റിസ്കി ട്രേഡേഴ്സിന് എന്ത് ചെയ്തു, നല്ലൊരു ട്രേഡ് കിട്ടി, അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയത്. ഇങ്ങനെ ഈ പ്രോഫിറ്റ് എടുത്തിട്ട് പലരും എനിക്ക് സ്ക്രീൻഷോട്ട് ആയി. ഞാൻ പറഞ്ഞു, ഇവരോട് എല്ലാവരോടും പറഞ്ഞു വണ്ടി വിട്ടോ, ഇനി ഇവിടെ നിൽക്കരുത്, നിങ്ങൾ കിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ട് നിങ്ങൾ പൊയ്ക്കോ, ഇവിടെ നിൽക്കരുതെന്ന് ഞാൻ പലരോടും പറഞ്ഞു. സംശയം ഉണ്ടെന്നാണെങ്കിൽ അവർ തന്നെ ഇവിടെ കമൻറ്റ് ചെയ്യട്ടെ, ഞാൻ അവരോടെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞതിന് താല്പര്യം പറഞ്ഞാൽ, നമുക്ക് ന്യായമായിട്ടൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ന്യായത്തിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിൽക്കരുത്, പിന്നെ വേറെ ട്രേഡിന് നമ്മൾ നിൽക്കാനേ പാടില്ല. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് ബൗണ്ട് ചെയ്തു പിന്നെ ഒരു കൺസോൾട്ടേഷൻ ഇത് നമ്മുടെ പ്രീമിയം ഉരുക്കാനുള്ള പരിപാടിയായിരുന്നു ഇല്ലേ. ഇവിടെ ഈ നമ്മുടെ ഇതേ പോയിന്റ് വന്നിട്ട് റിജക്ഷൻ വന്നു ഇല്ലേ. ഇവിടെയൊക്കെ റിജക്ഷൻ വേണമെങ്കിൽ ട്രേഡ് എടുക്കാം, പക്ഷേ ബിഗിനേഴ്സിന് ഒരിക്കലും ട്രേഡ് ഇല്ല. ഇവിടെ റിജക്ഷൻ ക്യാൻഡിൽ ട്രേഡ് എടുക്കുന്നതെന്ന് ഞാൻ സെമിനാറിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേ പോയിന്റിൽ ഇത് റിജക്ഷനിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരുണ്ട്.
അവർ ട്രേഡ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് പിന്നെയും പതുക്കെ ഇത് ബ്രേക്ക് ചെയ്ത് പിന്നെയും മുകളിലോട്ട് പോയി ഇവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഇവിടെ നോക്കിക്കേ 5 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിലൂടെ നമുക്ക് ക്ലോസിങ് കിട്ടി അല്ലേ? ഈ ഒരു ക്യാൻഡിൽ ഇച്ചിരി വലുതാക്കി കാണിക്കാം ഞാൻ. ബിഗിനേഴ്സിന് ആകെയും പോകും ഒറ്റ ട്രേഡ് ഞാൻ പറഞ്ഞത്. ഇതിനെ പറഞ്ഞാൽ കാത്തിരുന്ന് ട്രേഡ് എടുക്കണമെന്ന് പറഞ്ഞ്. ഇവിടെ നോക്കിക്കേ ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമുക്ക് 80% എന്ത് ചെയ്യാൻ പറ്റി? ഇവിടെ നമുക്ക് ഒരു ക്ലോസിങ് കിട്ടി. അപ്പോൾ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ്, ഇതിൻ്റെ മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്കൊരു ട്രേഡ് നോക്കാം. അതിനുശേഷം വേണമെങ്കിൽ റീടെസ്റ്റ് നടത്തി റീടെസ്റ്റ് നടത്തി ഒരു റെഡ് ക്യാൻഡിൽ വന്നു, നേരെ മാർക്കറ്റ് താഴോട്ട് വന്നു. നമുക്കൊരു എത്ര പോയിൻ്റ്? 500, ഒരു 100 പോയിൻ്റ് പോട്ടെ 80 പോയിൻ്റ് നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ പിടിക്കാൻ പറ്റി. കറക്റ്റ് റീടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഡബിൾ കൺഫർമേഷൻ ആ ഒരു ട്രേഡ് ഇല്ലേ? ഇത് മാത്രമല്ല ബിഗിനേഴ്സിനുള്ളൊരു ട്രേഡ്. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് റീബൗണ്ട് ചെയ്ത് ഈ കഥയൊക്കെ സിനാരിയില്ലാത്ത കഥകളാണ്. ഇത് ലാസ്റ്റ് അരമണിക്കൂറത്തെ പിന്നെ ഹീറോ കളികളാണ്. ഇവിടെ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇവിടെ ഞാനന്ന് സാമാന്യ തരക്കേടില്ലാത്ത രീതിയിലുള്ള പ്രോഫിറ്റ് ഇവിടെ ഉണ്ടാക്കി. അതിവിടെ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അത് ഹീറോ ആണ്. അത് ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റുകളാണ്. അത് നമ്മൾ വിട്ടത്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ബിഗിനേഴ്സിനോട് ഞാൻ പറയുന്നത്. എനിക്ക് എക്സ്പീരിയൻസ്ഡ് ട്രേഡറിനോട് സംസാരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അവർക്ക് ഗൈഡൻസ് കൊടുക്കുക, അവർക്ക് ഗൈഡൻസ് അവർ അതിന് തപ്പിയെടുത്തോളൂ. ഞാൻ പറയുന്ന വരികൾക്കിടയിൽ നിന്ന് അവർ വായിച്ചെടുത്തോളൂ. അത് വിഷയമുള്ള കാര്യമില്ല. പക്ഷേ എനിക്ക് സംസാരിക്കാനുള്ളത് ബിഗിനേഴ്സിനോടാണ്. ബിഗിനേഴ്സിനോട് ഞാൻ പറയുന്നത് വീണ്ടും പറയുന്നു, നിങ്ങൾ പുതിയതായിട്ടുള്ളതാണ് എൻ്റെ ഇവിടെ വന്ന് എന്നെ ഫോളോ ചെയ്യുന്ന നിങ്ങൾ തുടങ്ങിയതേ ഉള്ളതെന്നുള്ളൂ. നിങ്ങൾ ഒരു 6 മാസമെങ്കിലും നിങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുക. എങ്ങനെ? സേഫ് ട്രേഡേഴ്സ്, അതായത് കൃത്യമായി എൻട്രി പോയിന്റ് കിട്ടിയാൽ മാത്രം ട്രേഡ് എടുക്കുന്ന ഒരു അവസ്ഥയിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ നിങ്ങൾക്ക് ഒരു എൻട്രി ഉണ്ടായിരുന്നു. 80% നിങ്ങൾക്ക് 70% ബോഡിയുള്ളൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടി. അതിനുശേഷം ഇവിടെ ട്രേഡ് എടുത്താലും കുഴപ്പമില്ല. ഇവിടെ ട്രേഡ് എടുത്തു, അതിനുശേഷം കൺസോളിഡേറ്റ് ചെയ്തു, വീണ്ടും മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ കിട്ടി. ഇവിടെ നിങ്ങൾക്ക് ട്രേഡ് കിട്ടും. സുന്ദരമായിട്ട് നിങ്ങൾക്ക് ഒരു 30 പോയിൻ്റ് അല്ല 40 പോയിൻ്റൊക്കെ നിങ്ങൾക്ക് സുന്ദരമായിട്ട് ATM അതിൽ സുന്ദരമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് എത്ര പേര് എടുത്ത് എനിക്ക് അതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾ ട്രേഡ് ചെയ്തൊരു കൺസിസ്റ്റൻസി നിങ്ങളുടെ ലൈഫിൽ, ട്രേഡിംഗ് ലൈഫിൽ വരുത്താൻ ശ്രമിക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് കൈവിട്ട കളികൾ കളിക്കാം. പിന്നെ നമുക്ക് റിജക്ഷൻ ക്യാൻഡിലും കണ്ണുടച്ച് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ട്രേഡ് എടുക്കാൻ നമുക്ക് അത് പഠിക്കാം. അത് നിങ്ങൾ തന്നെ പഠിച്ചോളൂ. നിങ്ങൾ ഈ 6 മാസം ഈ രീതിയിൽ മുന്നോട്ട് പോയി കൃത്യമായി മാർക്കറ്റിനെ വാച്ച് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ തന്നെ വന്നോളൂ എന്നേ. നിങ്ങളൊന്നും ചെയ്യേണ്ട, പഠിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ട്രേഡിൻ്റെ ഭാഗമായിട്ട് വരും. നിങ്ങൾക്കറിയാം ഒരു ക്യാൻഡിൽ പോകുമ്പം തന്നെ എവിടം വരെ പോകുമെന്നും എവിടം വരെ വരുമെന്നും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആ ഒരു തലത്തിലേക്ക് നിങ്ങൾ വരാൻ ശ്രമിക്കുക. ഓക്കെ, ഉപദേശിച്ച് ഞാൻ നിങ്ങളെല്ലാം ഒരു വഴിയാക്കുക. എനിവേ, എന്തായാലും അപ്പോൾ ഇനി നാളെ നമുക്ക് എന്താ സംഭവിക്കും? നാളെ ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തേക്കുന്നത് വെയ്റ്റഡ് ആവറേജ് ക്ലോസിങ് 24,637 ക്യാൻഡിൽ കാണുന്നെങ്കിലും 24,609 റേഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അതായത് ഈ ഒരു പോയിൻ്റ്, ഇവിടെ നമുക്കൊരു പോയിൻ്റ് പറയാണ്ട്, ഈ ഒരു പോയിൻ്റ് ഇത് 631, ഈ ഒരു പോയിൻ്റ് 611, ഈ ഒരു പോയിൻ്റ് ഇതാണ്. ഈ ഒരു പോയിൻ്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, ഇതിങ്ങനെ തന്നെ നിന്നോട്ടെ. ഓക്കെ, ഈ റേഞ്ചിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ, ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്, നാളെ ഗ്യാപ്പ് അപ്പ് ആണ് ഗ്യാപ്പ് ഡൗൺ ആണെന്ന് നമുക്കറിയത്തില്ല. ഇതൊരു മെയിൻ പോയിൻ്റാണ്. ഓക്കെ, ഈ ഒരു മെയിൻ പോയിൻറ്റിൽ നമുക്ക് ഈ പോയിൻറ്റിനെ കുറച്ചുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. ഇതിന് നമുക്ക് ഇത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. വേണ്ട അഡ്ജസ്റ്റ് ചെയ്യണ്ട. ഇവിടുത്തെ ഇങ്ങനെ ഈ പോയിൻ്റ് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇവിടെ വേറെ പ്രത്യേകിച്ച് മാറി നമ്മൾ ഈ ഒരൊറ്റ ലൈൻ മാത്രമേ വരച്ചുള്ളൂ. ഓക്കെ, ഇതിനകത്ത് മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്ത് നോക്കുക. ഈ റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നത്, നോക്കുക. അതിനുശേഷം പ്രൈസ് ആക്ഷൻ എങ്ങോട്ടാണ് നോക്കുക. ഓക്കെ, ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇങ്ങോട്ട് തട്ടി തിരിച്ചു വരുമോ, അല്ലെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവോ, അത് ഇവിടെ തട്ടി തിരിച്ചു വരുമോ, അല്ലെങ്കിൽ ഇവിടെ താഴെ തട്ടി മേലോട്ട് കയറി വരുമോ, അല്ലെങ്കിൽ ഇവിടുന്ന് ഇതും ക്രോസ് ചെയ്ത് ഇവിടെ വരെ പോയിട്ട് തിരിച്ചു വരുമോ എന്ന് പ്രൈസ് ആക്ഷൻ നോക്കുക. സാവധാനത്തിൽ മാർക്കറ്റിനെ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുക. വേറെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കാരണം ഞാൻ സ്ഥിരം എല്ലാം പറയുന്നത് നിങ്ങൾക്കറിയാം. എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. ഞാൻ വരച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ട്രേഡ് എങ്ങനെ എടുക്കേണ്ടത്. ഓക്കെ, അപ്പം അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് വലിയ അപ്രീസിയേഷൻ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ വരച്ച വര, ഓക്കെ, ആ വരയിൽ ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പുതിയൊരു ലൈൻ കിട്ടി. ഇതാണ് പുതിയ ലൈൻ. ഓക്കെ, ഈ ലൈൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് എത്രയാണ്? 941.
ഓക്കെ, ഈ റേഞ്ചിൽ തന്നെയാണ്. അപ്പോൾ ഇതിനകത്താണ്, ഇവിടെ വേറെ വരയ്ക്കാനൊന്നുമില്ല. ഇതിനകത്ത് ഈ റേഞ്ചിനകത്താണ് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്തെങ്കിൽ ഇവിടെ വരെ കിട്ടും. ഇവിടുന്ന് മേലോട്ട് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അവിടുന്ന് മുകളിലോട്ട് പോകും, മുകളിൽ ലൈൻ കിടപ്പുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ തട്ടി തിരിച്ച് വരുമോയെന്ന് നോക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി കൂടുതൽ പറയാനൊന്നുമില്ല. മിഡ് ക്യാപ്പിനകത്തില്ല നല്ല വൃത്തിക്ക് ഒരു സപ്പോർട്ട് എടുത്ത് മിഡ് ക്യാപ്പ് നിൽക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു മിഡ് ക്യാപ്പിനെ നല്ലൊരു വന്ന് നമ്മുടെ ഈ ലൈനിൽ ഒന്ന് സപ്പോർട്ട് എടുത്തു, ഒന്ന് ബ്രേക്ക് ചെയ്തെങ്കിൽ തിരിച്ച് അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്ത ശേഷം വീണ്ടും ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത്, അപ്പോൾ ഇതിന് മുകളിലോട്ട് പോയാൽ ഇത് നമുക്ക് ഇനിയിപ്പോൾ ലൈൻ കറക്റ്റ് ചെയ്യാവുന്നത്. ഇത് കറക്റ്റ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ നല്ലൊരു ട്രിപ്പിൾ ടോപ്പ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഇവിടുന്ന് എന്ത് സംഭവിക്കാൻ നോക്കുക. ഇവിടെ നമുക്ക് ഒരു ബോട്ടം കിട്ടിയിട്ടുണ്ട്. ഇതും കൂടെ വരച്ചിട്ടേക്ക്. ഓക്കെ, ഇതിന് ശേഷം ഇതിനകത്ത് എന്ത് സംഭവിക്കുന്നത് നോക്കുക. ഇതിനകത്ത് ഒരു പാരൽ ലൈൻ, ഒരു ലൈൻ കാണും നോക്കട്ടെന്ന്. ഓക്കെ, ഇതിങ്ങനെ കിടന്നോട്ടെ കേട്ടോ. ഈ ലൈൻ ഇങ്ങനെ കിടന്നോട്ടെ. ചിലപ്പം അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പിന്നെ താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എനിവേ അവിടെ കിടന്നോട്ടത്, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പറയാനില്ല. ഇത് ബ്രേക്ക് ചെയ്തെങ്കിൽ നമുക്ക് നല്ല ടാർഗറ്റ് മുകളിലോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബ്രേക്ക് ചെയ്യാൻ താഴോട്ട് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഈ ട്രെൻഡ് ലൈനും ഇത് ബ്രേക്ക് ചെയ്യണ കൺഫർമേഷൻ ട്രെൻഡ് ലൈനാണ് താഴോട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടി നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് ഫുള്ളാണ്. അതിനകത്തിൽ ആളെ ചേർക്കാൻ ഒത്തിരി പേർ റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒരു സെക്കൻഡ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റിലും ഞാൻ വെച്ചേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്യാം. അവിടെ പ്രത്യേകിച്ച് കോളുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ഓൺലി ഒരു ഹെൽപ്പ്, ഒരു ഡയറക്ഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അവിടെ സംഭവവാസങ്ങളൊന്നുമില്ല. അത് പ്രതീക്ഷിച്ച് അവിടെ കൊട്ടയ്ക്കകത്ത് കൊടുക്കുന്നു വിചാരിച്ച് അങ്ങനെയൊന്നും ആരും അവിടെ വരികയേ വേണ്ട. അങ്ങനെ അവിടെ സംഭവങ്ങളുമില്ല. നമ്മൾ ജസ്റ്റ് അപ്ഡേഷൻ മാത്രം കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അല്ല വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.